അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് വരാം. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് പരീക്ഷയുടെ കാലമാണ്. കുടുംബങ്ങളെല്ലാം ജാഗ്രതയോടെ വായനാ വെളിച്ചം തെളിച്ചുകൊണ്ട് രാത്രിയെ പകലാക്കി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. SSLCക്കാരെയും ബോർഡ് എക്സാമിനെയും യോഗ്യതാ പരീക്ഷയും മത്സര പരീക്ഷയും OET പോലെയുള്ള യോഗ്യതാ പരീക്ഷകളെയും PSC പോലുള്ള മത്സര പരീക്ഷകളെയും അങ്ങനെ ദിവസത്തിന് അവർ പരീക്ഷാർത്ഥികളെ അങ്ങനെ ദിവസത്തിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് മക്കളുടെ അനുഗ്രഹം ചൊരിയേണ്ടത് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ പ്രയാസങ്ങളിരിക്കുന്നവരെ കൂടുതൽ സഹായിക്കുകയും അവരുടെ കഴിവിനേക്കാൾ ഉപരി അങ്ങയുടെ കൃപ കൊണ്ട് കുടുംബങ്ങളെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവിനാലല്ല കർത്താവെ, അങ്ങയുടെ കൃപയാലാണെന്ന് ഞങ്ങൾ ഏറ്റേറ്റ് പറയുന്നു. കർത്താവെ, നിൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യത, നിൻ്റെ കുരിശുമണ്ഡത്തിൻ്റെ യോഗ്യത, നിൻ്റെ തിരുവാല മുറിവിൻ്റെ യോഗ്യത, നിൻ്റെ മുളുക്കിടത്തിൻ്റെ യോഗ്യത, കർത്താവെ, നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ യോഗ്യതയാൽ അങ്ങനെ മക്കളോട് കരുണത്തോതിനെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തി നിങ്ങളുടെ തൊഴിലിടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജീവിത മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇന്ന് മനസ്സുകൊണ്ട് വേദനിക്കുകയും കഷ്ടപ്പെടുകയും അതിനുവേണ്ടി നടക്കുകയോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മയെ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ നീ അനുഗ്രഹീതരായിരിക്കുവാനും രാത്രി വരുമ്പോൾ ആശ്വാസം നീ പ്രാപിച്ചിരിക്കാനും കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെയും നിൻ്റെ ഉദ്യമങ്ങളെയും ദൗത്യങ്ങളെയും യാത്രകളെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കാൻ പോണത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു.
അതിന് 5 മണ്ഡപങ്ങളുണ്ടായിരുന്നു. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് സുന്ദരമായ ഒരു സുവിശേഷ സംഭവമാണ്. ഇതേക്കുറിച്ച് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടതൊന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുക. ഞാൻ പലപ്പോഴും നിങ്ങളോട് പങ്കുവെക്കണതേ, എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ കർത്താവ് എന്നോട്, എൻ്റെ ധ്യാനങ്ങളിൽ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഞാൻ മിക്കവാറും. ഇതൊന്നും വായിച്ചിട്ടൊന്നുള്ള പുസ്തകമല്ല. ചിലതൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങൾ ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ചില വ്യാഖ്യാനങ്ങൾ നോക്കും. പറയുമ്പോൾ തെറ്റിപ്പോകും. സഭയുടെ നിലപാട് കൂടി അറിയണമല്ലോ നമ്മൾ. അപ്പം അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ എൻ്റെ എപ്പോഴും ജീവിതത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ പലപ്പോഴും സുവിശേഷത്തെ ഒരു മാധ്യമമാക്കണത്. കാര്യം അത് എക്സ്പീരിയൻഷ്യൽ ബിബ്ലിക്കൽ തിയോളജി അല്ല, ബൈബിൾ ദൈവശാസ്ത്രമാണ്. പക്ഷെ അത് ക്ലാസ് റൂമോ അക്കാഡമിക്കോ അല്ല എന്നതിനേക്കാൾ ഉപരി ജീവിതത്തെ മുമ്പോട് മല്ലിടുന്ന വ്യക്തികൾക്ക് ഒരു ഏലാം പാട്ട് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില പറഞ്ഞ ഏലസോ എന്ന് പറയുമ്പോൾ നല്ല ഭാരമുള്ളതാണെങ്കിലും ആൾക്കാർ ഭാരവണ്ടികൾ തള്ളിക്കയറാൻ കണ്ടിട്ടില്ലേ? അപ്പോൾ ജീവിതം തള്ളിക്കയറ്റി ഉന്തി ഉരുട്ടി കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സുവിശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അഭിഷേകം. അതാണെന്ന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണമേ, ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇയാളുടെ കിടപ്പ് കണ്ടില്ലേ? ഇയാളൊരു തലവാത രോഗിയാണ്. ബെസേദ കുളത്തിൽ, ഞാൻ ആ കുളത്തിൻ്റെ കാര്യം പോയതാണ്. അത് നമ്മുടെ നാട്ടിലെ കുളം പോലെ ഇങ്ങനെ ഇരിക്കുന്ന കുളമല്ല, അതിങ്ങനെ അറുത്ത് കൊടുത്ത് ടാങ്ക് പോലെ ഇരിക്കുന്ന കുളമാണ് അവർ കാണിക്കണത്. ബെസേദ കുളമാണെന്ന് പറഞ്ഞ് സ്പേസ് സ്പോട്ടൊക്കെ ഏറെക്കുറെ കറക്റ്റാണ്. പക്ഷേ നല്ല ഒരുവിധം 8 അടിയൊക്കെ ആഴമുണ്ടെന്ന് പറയുന്നത്. 8 അടി 6 അടി ഇങ്ങനെ ചതുരത്തിൽ കിടക്കും. അപ്പം അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ തലവാര രോഗിക്ക് ഈ വെള്ളം ഇറങ്ങുമ്പോൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഉണ്ടാകും. പക്ഷെ ആരെങ്കിലും സഹായം വേണ്ടി വരും. അല്ലാതെ നമ്മുടെ കുളങ്ങൊന്ന് തീട്ടിയാൽ നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റും. ഇതങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇതിന് സ്റ്റെപ്സുകൾ ഉണ്ട് താഴേക്ക് സൈഡിൽ കൂടി. അതിനെ ആ ചെറിയ സ്റ്റെപ്പ് ആരെങ്കിലും സഹായിക്കണം. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ 38 കൊല്ലമായി. ദാറ്റ് മീൻസ് ഇയാൾ വന്ന സമയത്ത് ജനിച്ച പിള്ളേർക്കൊക്കെ ഇപ്പോൾ 38 വയസ്സുകൊണ്ട് നടത്താം. 10 വർഷങ്ങളായി. ഈ വർഷങ്ങളായിട്ടും ഈ മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. വർഷങ്ങളായിട്ട് ദൈവദൃശ്യത്തിൽ കിടക്കണ കുറേ മനുഷ്യരുണ്ട്. എന്ന് വെച്ചാൽ ഒരു മധ്യസ്ഥന്മാരും സഹായിക്കാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. വർഷങ്ങളായിട്ട് ഒരേ വിഷയം തന്നെ. ചിലരെന്നെ പറയും, എൻ്റെ അച്ഛാ 75 കൊല്ലമായി ഈ പാകോടമ്പടിക്ക് വേണ്ടി എൻ്റെ അപ്പ ശ്രമിച്ചു. ഇപ്പം എൻ്റെ കാലത്ത് എൻ്റെ മരുമകൾ ആണ് കല്യാണം കഴിച്ച് വന്നപ്പോഴാണ് അവളാണ് എൻ്റെ പുറകെ തൂങ്ങിയിട്ട് ഇപ്പം പെട്ടെന്ന് ഉടമ്പടി എടുത്തപ്പോൾ നടന്നതെന്ന് പറയും. അപ്പോൾ ഞാൻ ഓർക്കുകയും ചില കാര്യങ്ങളിങ്ങനെ നീണ്ടുപോയൊക്കെയാണ്. ആ മരുമകൾ പുതുതായിട്ട് വന്നതാണ് അവൾ. അപ്പോൾ അവൾക്കാണ് അവിടെ വിശ്വാസത്തോടു കൂടി അത് ആ ഉടമ്പടി ചെയ്തിട്ട് ഈ ഉടമ്പടി ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിച്ച് അത് വർക്കൗട്ടാക്കി എടുത്തിരിക്കണത്. ഇപ്പം ചില കാര്യങ്ങൾ ഇങ്ങനെ ലാഗ് ചെയ്യുന്ന കാര്യമാകാം. പക്ഷേ ലാഗ് ചെയ്ത കാര്യങ്ങളായാലും ഇപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം പിടിക്കണത്. ഇപ്പം 25 കൊല്ലം മക്കളിൽ എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ ഉടമ്പെടുത്ത് നമുക്ക് നോക്കാം എന്ന് പറയും. എന്താ കാര്യം? കർത്താവ് ഏത് അന്ത്യവിനാഴികയ്ക്കും ഇടപെടുന്ന സ്വഭാവമാണ്. 18ാമത്തെ കൊല്ലം അവൻ അവിടെ കിടക്കുന്നത്. നീ ഇതൊക്കെ കേൾക്കണം കേട്ടോ. ഇന്നത്തെ യാത്രയ്ക്ക് മുമ്പേ അവൻ അവിടെ കിടക്കുന്നത് അവൻ കണ്ടുവെന്നാണ്. പലരും കണ്ടു കാണുവേ, പല അണ്ണന്മാരും കാണേണ്ടവൻ കാണാതിരിക്കുന്നതും കാരണം വേറെ ആരും കണ്ടിട്ട് കാര്യമില്ല. കുറേ അണ്ണന്മാർ കണ്ടു, പഞ്ചായത്ത് മെമ്പർ കണ്ടു, അല്ലേ? അവർ ചിലപ്പോൾ മന്ത്രിമാരോട് പോയി കാണും, ചിലപ്പോൾ നിയമജന്മാർ പോയി കാണും. ഒരാൾ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ പോണ ആൾക്കാരൊക്കെ പേര് പറയാനേ സമരക്കാരൊക്കെ അതേ പറയുന്നുണ്ട്. പുരോഹിതൻ പോയി, ലവയാൻ പോയി എന്നൊക്കെ പറയണില്ലേ? അതുപോലെ ഇവൻ്റെ അടുത്ത് കൂടി പുരോഹിതൻ ലവയാനും അതുപോലെയുള്ള പല ആൾക്കാർ നിയമജ്ഞരും രാജാക്കന്മാരും ഭടന്മാരും ഒക്കെ പോയി കാണാം. ഒത്തിരി പേര് ഇവൻ്റെ കാഴ്ച കണ്ട് കാണും. പക്ഷേ കാണേണ്ടവൻ കാണണം.
അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരുണ്ട് ഇയാൾ ആ ടൈപ്പായിരുന്നു, ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ പറയാം. ചില പറയല്ലേ മന്ത്രിയുടെ PA ആണ് എൻ്റെ അമ്മാവൻ്റെ മകൻ എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറയും. ഈ ഒത്തിരി വീമ്പിളൊക്കെ ആയിരിക്കണം നല്ല കേട്ടോ, ഹെൽത്തി. അതറിയാമോ, ഇവർ ആരും നമ്മളെ തക്ക സമയം സഹായിക്കത്തില്ല. ഇവർ പലരും ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കാണേണ്ടവനെ കാണിക്കത്തില്ല, ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. ഇയാളും പണ്ട് അങ്ങനെയായിരുന്നു. ഇയാൾക്ക് പല ആൾക്കാരുണ്ടായിരുന്നു. ഒത്തിരി പേര് ഇയാളെ വെള്ളം വിളകുമ്പോൾ പിടിച്ചെടുക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടാവില്ലേ. യഹൂദന്മാർ അങ്ങനെ പരസ്പരം സഹായിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ പോലും പൊതുവെ നോക്കുമ്പോൾ നമുക്ക് സഹായിച്ചവരും ഉണ്ട്. ഇപ്പോൾ യഹൂദന്മാരൊക്കെ അടച്ചുകുറ്റം പറയുകയല്ല ഞാൻ. സമരക്കാരുടെ കാര്യത്തിൽ ഒത്തിരി പേരിങ്ങനെ നിരുത്തരവാദിത്തം കാണിക്കുന്നുണ്ടെങ്കിലും ഒരുത്തൻ്റെ വീട് പൊളിച്ച് 4 പേര് കൂടി കട്ടിലോടുകൂടി ഇറക്കുന്ന ആൾക്കാരില്ല. അതുപോലെ അങ്ങനെ കുറേ ആൾക്കാർ ഇയാൾക്കും പണ്ടുണ്ടായിരുന്നതാണ്. ഇപ്പം വെള്ളം വിളകും, റാഫേൽ മാലാഹെ ബഷേദ കുളത്തിൽ ഇറങ്ങുമ്പോൾ കലക്കും. അപ്പോൾ പിടിച്ചു കിടത്താതെ ഇയാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായ കാലത്ത് ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെ ഈയുടെ കൂടെ ഉണ്ടായതാണ്. ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഈയുടെ കൂടെ ഉണ്ടായാണ്. ചിലപ്പോൾ ഇവിടെ ഭാര്യയും ഉണ്ടായി, മിക്കവാറും ഡൈവേഴ്സ് ചെയ്ത് പോയി കാണും. മിക്കവാറും ഇത്രയും വർഷങ്ങളല്ലേ. ഇയാൾ തറവാതിരെ കൊണ്ട് ഇയാക്കളെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവർ ചിലപ്പോൾ പോയി കാണും. മക്കളും ഉണ്ടായിക്കാണെങ്കിൽ മക്കളും ഇയാൾ തറവാതിരമാണ്. തറവാതിര കൂടെ നിൽക്കാൻ പാടാണ് ഭയങ്കര. ഇയാളുടെ മലമൂത്രങ്ങളൊക്കെ ഇയാൾ ആരാണിത് ഇതൊക്കെ നോക്കണത് ഏതറിയാം. കാര്യം തളർന്ന് കിടക്കുന്ന ആളല്ലേ. അപ്പോൾ ഇത് നിന്നെ ഇപ്പോൾ ഭാര്യയ്ക്കും വേണ്ട, മക്കൾക്കും വേണ്ട, ഭർത്താവിനും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, കൊണ്ടുവന്നവർക്കും വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ വേണ്ട ഒരാളുണ്ട്. അതാണ് പറയണത്. അവൻ അവിടെ കിടക്കണത് അവൻ കണ്ടു. 38 വർഷമായെന്ന് മനസ്സിലായിരുന്നു. എന്തൊരു ഈശ്വരനെ കാണുമ്പോഴേ വല്ലാണ്ടായിപ്പോയി നമ്മൾ. അത്രയ്ക്ക് സംഭവമാണ് പറയണേ. അവനവിടെ കിടക്കണം. ഇതാണ് കർത്താവ്. അതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഈ ഹൃദയമൊക്കെ ഇരിക്കുമ്പോഴേ, ഹൃദയത്തിൻ്റെ രൂപം നമ്മുടെ വീട്ടിലേക്ക് ഇരിക്കും. ഹൃദയത്തിൻ്റെ രൂപമില്ലാതെ ഒറ്റ വീടുണ്ടാകരുത്. അത് കാണുമ്പോൾ നമുക്ക് തോന്നണം. ഹൃദയത്തിന് പകരം വേറെ പല പരിപാടിയും കാണിക്കുന്നുണ്ട്. ഹൃദയത്തിനെ പോലെ പല പരിപാടിയും കാണിക്കും. അതല്ല, തിരുഹൃദയം നമ്മുടെ വിശ്വാസത്തിൻ്റെ എംബ്ലമാണത്. ആത്മബന്ധത്തിൻ്റെ ഒരു അടയാളമാണ് ദൈവമായിട്ടുള്ളത്. അപ്പോൾ അവനവിടെ കിടക്കുന്നത് അവൻ കണ്ടു. അവനൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഈ സിറ്റുവേഷനിലാണ് ഡു യു വാണ്ട് ടു ഹീൽ? നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ പറഞ്ഞ് എന്നെ സഹായിക്കാൻ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി പേര് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോഴാരുമില്ല. ചിലരെന്ത് പറയണമെന്ന് അറിയാമോ, ഇവിടുത്തെ പ്രശ്നം ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാരുമില്ലെന്ന് പറയത്തില്ലേ, അതിനാണ് 10 മാർക്ക്. എന്താ കാര്യത്തിൽ നമ്മൾ ഗതി കെട്ടാൽ പോലും നമ്മൾ പറയത്തില്ല നമുക്ക് ആരും ഇല്ലെന്നുള്ളത് പറയത്തില്ല. അഹങ്കാരം ഉണ്ടേ, മനുഷ്യന് അഹങ്കാരം ഉണ്ടാവില്ല. ഇല്ല ഞാൻ നോക്കിക്കൊള്ളാം ആര്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുണ്ട്, ആര് സഹായിക്കും, ആര് നിൽക്കുമെന്നെ കുറിച്ച് നമുക്ക് അറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. പ്രത്യേകിച്ച് കുറച്ച് സ്റ്റെപ്പ് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് ഇത്തിരി പാടായിരിക്കും. പാത്രങ്ങളൊക്കെ വിളിച്ച് പറയും, ആരും ഇല്ലെന്നൊക്കെ വിളിച്ച് നിലവിളിക്കുകയൊക്കെ ചെയ്യും. അതല്ല, നമ്മളെപ്പോഴും ദൈവത്തെ ഈ ഒരു വിഷയത്തേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ലോ ചെയ്യണത് എപ്പോഴും നല്ലതാണ്. ചില ആൾക്കാർ ഭയങ്കര ജപ്തിയാണ്, കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഇടവപ്പള്ളി പോകത്തില്ല, കൃപാസക്തി വരും. എന്താ കാര്യം? നമ്മുടെ ഇടവപ്പള്ളി ചെന്ന് പ്രാർത്ഥിച്ച് കൈയൊക്കെ വിരിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കെന്തോ കുഴപ്പമുണ്ട്. ചില കൃപാസക്തി വരത്തില്ല. എന്നറിയാമോ, കൃപാസക്തി വന്നാൽ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ കൃപാസക്തി വരണതെന്ന് മറ്റൊരു ധരിക്കുകയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടുകാർ പോലും കൃപാസക്തി കണ്ടാൽ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയല്ല. അയാൾ സമ്മതിച്ചു, എനിക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞു. ഉള്ളതുപോലെ അംഗീകരിക്കണം. എന്നിട്ട് ദൈവദൃശ്യത ഏറ്റുപറയണം. അപ്പോൾ ദൈവം ആരാണെന്ന് നീ അറിയും. നമ്മൾ മറ്റ് ഒത്തിരിയേറെ പ്രാർത്ഥനാ രൂപങ്ങളുമായിട്ട് നിങ്ങൾക്ക് അനുഭവ പരിചയമുള്ളതാണ്. പലപ്പോഴും നമ്മളെ പരാജയപ്പെടുത്തുന്നതും ഈ പരിചയമാണ്. മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളിൽ നമ്മൾ പ്രയോഗിക്കുന്ന അതേ ഒരു പരിചരണം തന്നെയാണ് ഉടമ്പടിയിൽ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടിയുടെ തനത് കൃപകൾ മിസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടിയിലെ അപ്ഡേഷൻസ് വരുന്നത്. നമ്മൾ പലതും പല പ്രാർത്ഥനാ രൂപങ്ങളെയും പ്രയോഗിച്ച് ചിലപ്പോൾ വേണ്ടത്ര ഫലം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ രൂപങ്ങളുടെ അപ്പുറത്ത് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ സങ്കീർണമാകുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയെ ആശ്രയിക്കുന്നത്. പക്ഷേ പലർക്കും എന്നൊരു വിഷയം,
ഉടമ്പടിയുടെ സാക്ഷരതയുടെ ആനുപാതികമായിട്ടായിരിക്കും അതിൻ്റെ അനുഭവങ്ങൾ വരുന്നത്. ഉടമ്പടിയെക്കുറിച്ച് നമുക്കൊരു വിദ്യാഭ്യാസം വേണമല്ലോ. അത് മറ്റു പ്രാർത്ഥന രൂപങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണ പോലെ സിമ്പിളായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. സിമ്പിൾ ഓപ്പറേഷൻ, ഒരു നൊവേന സിമ്പിൾ ഓപ്പറേഷനാണ്. നമ്മളെ സംബന്ധിച്ച് അവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ നാക്ക്, നമ്മുടെ മനസ്സൊക്കെ ഉള്ളൂ അല്ലേ. അത് പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് ഒന്നുമില്ല. അത് പാട്ട് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ രൂപമാണ്. അതിൻ്റെ നമുക്ക് കിട്ടുന്ന റിട്ടേൺസിന് ഒരു പരിധികളുണ്ട്. കാര്യം അതൊരു സിംഗിൾ എഡ്ജ് പ്രെയറാണ്. നമ്മൾ ചെയ്യുന്ന പല പ്രാർത്ഥനകളും സിംഗിൾ എഡ്ജാണ്. നിങ്ങളാണ് അതിൻ്റെ അകത്തൊരു ഓപ്പറേറ്ററായിട്ട് വരുന്നത്. ആ പ്രെയർ ഓപ്പറേറ്റ് ചെയ്യുന്നത് നിങ്ങളാണ്. അതിൻ്റെ എഫിക്കസി ഓഫ് ദി പ്രെയർ, അതിൻ്റെ ദൈവം കേൾക്കുക അല്ലെങ്കിൽ അതിൻ്റെ വിഷയം റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, വാട്ട് ക്യാൻ യു ഡു? നത്തിങ്. അത് ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് വിടുന്ന വിഷയമാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി വരുമ്പോൾ അങ്ങനെയല്ല. എന്താ കാര്യം? ഉടമ്പടി ഒരു മറ്റെല്ലാ പ്രാർത്ഥനയും ഒരു ഹ്യൂമൻ ഇനിഷ്യേറ്റീവായിട്ട് വന്നിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഇപ്പോൾ ജപമാല സെൻറ്റ് ഡൊമിനിക്കിലൂടെ സഭയ്ക്ക് ലഭിച്ചതാണ്. കുരിശിൻ്റെ വഴി സെൻറ്റ് ഫ്രാൻസിസ് അസിസിയിലൂടെ നമുക്ക് ലഭിച്ചതാണ്. അതുപോലെ ദിവ്യകാരുണ്യ ആരാധന ക്ലാര പുണ്യാളത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഹ്യൂമൻ പാർട്ടിസിപ്പൻ്റ് ഉണ്ട്. അതാത് കാലത്ത് സഭ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിക്കാണ് ദൈവത്തിൻ്റെ മനുഷ്യരിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചാണത്. പക്ഷേ അതിന് ഒരു ഡെഫിനിറ്റ് ഹ്യൂമൻ പാർട്ടിസിപ്പൻ്റ് ഈസ് ദെയർ. അങ്ങനെ ഒരു ഹ്യൂമൻ പാർട്ടിസിപ്പൻ്റ് ഉടമ്പടിക്കില്ല. ഉടമ്പടി ഫുൾ ആൻഡ് ഫുൾ ഡിവൈൻ ഇനിഷ്യേറ്റീവാണ്. എന്നുവെച്ചാൽ ദൈവം മുൻകൈ എടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതാണ് ആദ്യം ഇതിനെക്കുറിച്ച് അറിയേണ്ടത്. അപ്പോൾ ദൈവം മുൻകൈ എടുത്തിട്ടുള്ള പദ്ധതി ഒന്ന്. രണ്ടാമത്തത് എന്താണ്? ഇത് വാഗ്ദാനങ്ങളിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. മനുഷ്യന്മാരുടെ വാഗ്ദാനം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഫിസിക്കാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി. മനുഷ്യന്മാർക്ക് രണ്ട് ഫാക്കൽറ്റി ഉണ്ടാവും അല്ലേ. ഒന്ന് ഫിസിക്കാലിറ്റി, ഇപ്പം നിങ്ങളുടെ വീട്, ജോലി, വിവാഹം, PR, പ്രൊമോഷൻ, അതെല്ലാം നിങ്ങളുടെ ഫിസിക്കാലിറ്റിയെ ബന്ധപ്പെട്ട രോഗസൗഖ്യം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നിങ്ങളുടെ നിത്യജീവൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അല്ലേ, സ്പിരിച്വൽ ആൻഡ് ഫിസിക്കലായിട്ടുള്ള. ഇതിൻ്റെ അകത്ത് ഡെഫിനറ്റായിട്ട് എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളിലേക്കും നമ്മൾ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഫിസിക്കാലിറ്റി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറാന്തിയെക്കുറിച്ച് ഒരു സിംഗിൾ റിസപ്ഷനിലേക്ക് നമ്മൾ ഒരു ആലപനത്തിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയിലോ ഒക്കെ ഉള്ളതാണ്. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റുപറച്ചിലാണ് അത് മെക്കാനിസം ഉള്ളത്. എന്താണ് അതിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്? യേശു കർത്താവാണ്. റോമ 10:9 അനുസരിച്ചാണ് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ എഫിക്കസി ഇരിക്കുന്നത്. റോമ 10:9 എന്താണ്? യേശു കർത്താവാണെന്ന് പറഞ്ഞേ. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും. അധരം കൊണ്ട് ഏറ്റുപറയുന്നതാണ് ചൊല്ലണ പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലേ. എല്ലാ പ്രാർത്ഥനകളും എഫിക്കസി ആകണത് ആ പ്രാർത്ഥനകളെല്ലാം ഒരു വാട്ടർമാർക്ക് ഉണ്ടാകണം. എന്താണത് വാട്ടർമാർക്ക്? എന്താണ്? എന്തെങ്കിലും വാട്ടർമാർക്ക് ആയപ്പറ്റത്തില്ലേ. യേശു കർത്താവാണെന്നുള്ള അത് അതിൻ്റെ എന്താ അണ്ടർലൈൻ, അത് നമുക്ക് നട്ടലിലൂടെ സ്പൈൻ പോണ പോലെ തന്നെ നമ്മളുടെ പ്രാർത്ഥനയുടെ ഉള്ളിലൂടെ യേശു കർത്താവാണെന്നുള്ള ആ വിശ്വാസ സത്യം സഞ്ചരിക്കണം. യേശു കർത്താവാണെന്നുള്ള വിശ്വാസ സത്യം സഞ്ചരിക്കാത്ത പ്രാർത്ഥനയ്ക്ക് ഫേക്ക് പ്രെയറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സുവിശേഷ വിഹിതമോ അല്ലെങ്കിൽ സഭാത്മകമോ അല്ല. കാര്യം സഭയുടെ വിശ്വാസം എന്താണ്? യേശു കർത്താവാണ്. അത് ഫസ്റ്റ് ഓപ്പറേഷൻ ആയുള്ളൂ. ഈ ചൊല്ലണ പ്രാർത്ഥനകൾക്കെല്ലാം എന്തുകൊണ്ടാണ് ഉടമ്പടി മറ്റ് പ്രാർത്ഥനകളും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി സാധാരണ പ്രാർത്ഥനയിലെല്ലാം വരണത് യേശു കർത്താവാണെന്നുള്ള ആ വാട്ടർ മാർക്കോട് കൂടി നമ്മൾ അതിനെ നമ്മുടെ ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ നാക്ക് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ എഫിക്കസി റിസൾട്ട് എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇത് വർക്കൗട്ട് ചെയ്യും. ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ലെവൽ 1 വരുന്ന വിഷയങ്ങളെല്ലാം അത് കൈകാര്യം ചെയ്യും. പിന്നെ ടൈം അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ടൈമിൻ്റെ കാര്യത്തിൽ അത് സമയമാണല്ലോ ഇതിനകത്ത് വില്ലനായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലേ. അതേമാതിരി ഈ ടൈമിനെ കൺട്രോൾ ചെയ്യാനുള്ള എലിമെൻ്റ് എന്താ പ്രെയറിലുള്ളത്? ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന ഇൻടേക്ക് സെപ്റ്റംബറിലെ ഇൻടേക്ക് എനിക്ക് കയറി പോകാൻ പറ്റിയില്ല. ഇനി ഏജൻറ്റ് പറയണേ ഇനി കുഴപ്പമില്ല, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു CS കിട്ടും, നിങ്ങൾക്ക് വേണമെങ്കിൽ ജനുവരി കയറി പോകാം, വേണമെങ്കിൽ ചിലപ്പോൾ പറ്റിയേക്കും. അങ്ങനെയൊക്കെ ഹൈപ്പോത്തറ്റിക്കലായിട്ടാണ് പറയണതേ.
ഇല്ല, ഡെഫിനറ്റ് പറയണില്ലല്ലോ അവിടെ. ടൈമാണ് അവിടുത്തെ വില്ലൻ. ടൈമിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥന ഈ സിംഗിൾ പ്രെയറിൽ ടൈമിനെ ഡയറക്റ്റായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ ഒന്നുമുള്ള ഒരു ഫങ്ഷൻ എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി നിങ്ങൾ ടെക്നിക്കലായിട്ട് നോക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മളിവിടെ ചെയ്യണത് മരിയൻ ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ അത് ടൈം കൺട്രോൾഡ് പ്രെയറാണ്. കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈശോയുടെ തിരുസേന അമ്മ എന്താ പറയണത്? എൻ്റെ സമയം ഇനിയും സമയമല്ലേ അവിടുത്തെ പ്രശ്നം അല്ലേ? എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ല. അപ്പോൾ ആ കാനായിലെ കുടുംബത്തിന് ഭൗതികമായ ഒരു ആവശ്യം നടക്കാനോ നടക്കാതിരിക്കാനോ സാധ്യതയുണ്ട്. ചിലപ്പോൾ നടന്നേക്കും, ചിലപ്പോൾ ആവശ്യത്തിന് ഉപകരിക്കത്തില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീഞ്ഞിൻ്റെ ആവശ്യമില്ലല്ലോ. മനസ്സിലായി? ടൈം അവിടെ പ്രധാനം ആകണം. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ അതിൻ്റെ ടൈമിൽ നടക്കണം. അപ്പോൾ ഈ ടൈമിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അമ്മ ഈ വിഷയം പറയണത്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. മനസ്സിലായി? ചൊല്ലുകയല്ല. അത് എപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ടെക്നിക്കലായിട്ട് ഇത് പഠിച്ച് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഫുൾ റിസൾട്ട് വരണത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അച്ഛൻ പറയുന്ന കാരണം കാര്യങ്ങളറിയാം. പക്ഷേ കാര്യങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ല. അത് എക്സിക്യൂഷൻ ലെവലിൽ അതിൻ്റെ പ്രയോഗപരതയിലേക്ക് കൊണ്ടുവരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെവിൻ ജോസഫ്, അങ്ങനെ അതൊരു മോഡൽ സാക്ഷ്യമാണ്. നെവിൻ ജോസഫ് കക്കനാടുള്ള ആളാണ്. നെവിൻ ജോസഫ് അയാളുടെ ഒരു സാക്ഷ്യമാണ് മോഡലായിട്ട് വന്നിരിക്കുന്നത് ഈ ആഴ്ചയിൽ. അയാളുടെ ബൈ പ്രൊഫഷൻ അങ്ങ് മനുഷ്യൻ ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ്, IT സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ IT മേഖലയിൽ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഒരു അമേരിക്കൻ ബാങ്കിൻ്റെ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അതിന് സോഫ്റ്റ്വെയർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം സെക്യൂരിറ്റി പ്രോബ്ലമാണ്. ഈ ഹാക്കേഴ്സ് ഉണ്ടല്ല, ബാങ്കിലൊക്കെ ഹാക്കേഴ്സ് കയറിയാനുള്ള അവസ്ഥ എന്തായിരിക്കും? ആ ബാങ്ക് പൂട്ടേണ്ടി വരും. അതിന് അവരെന്നാ ചെയ്യും? അവരെപ്പോഴും ഇതിന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെന്ത് ചെയ്യും? ഒരു റിസർച്ച് വിങ് എപ്പോഴും ഉണ്ടാവും IT മേഖലയിൽ. പുതിയ സോഫ്റ്റ്വെയർ ഇപ്പോൾ നമ്മൾ വാട്സപ്പൊക്കെ നോക്കുമ്പോൾ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ അല്ലേ? പക്ഷേ അങ്ങനെ പറഞ്ഞാലും പോലീസ് ഡീകോഡ് ചെയ്യുന്നുണ്ടത്. നിങ്ങളൊരു പ്രതിയാണ്, നിങ്ങളെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് അപ്പം ഡീകോഡ് ചെയ്തിരിക്കും. അതാണ് വിഷയം. അപ്പോൾ അതുപോലെ തന്നെ ഒരു സിസ്റ്റമാണ് ബാങ്കിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം. ഇവിടെയാണ് ഇദ്ദേഹത്തിന് ജോലി. പക്ഷേ ബാങ്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് അത് കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി ഭയങ്കര. നമുക്കറിയാം കോർപ്പറേറ്റ് കമ്പനികൾ അല്ലെങ്കിൽ പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യും. ഇപ്പം നമുക്കിവിടെയൊക്കെ സർക്കാർ സർവീസിൽ കയറിയ 58 വയസ്സ് വരെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാമല്ലോ. ഇപ്പോൾ യൂറോപ്യനിലെ കൺട്രീസിൽ പലപ്പോഴും വരുന്നത് പ്രോജക്റ്റ് വർക്കല്ലേ. 5 കൊല്ലത്തേക്ക് എഗ്രിമെൻറ്റ് പ്രകാരം വർക്ക് ചെയ്യുന്നു. പിന്നെ ഏജ് ഓവറായി കഴിഞ്ഞാൽ നിങ്ങളെ മാക്സിമം അവർ മാറ്റാൻ നോക്കും. അവർ ഏജ് ഓവറായിട്ട് ആൾക്കാരെ ഡിസ്മിസ് ചെയ്യുന്നതിന് പകരമാണ് അവർ പരീക്ഷ വെക്കണത്. എപ്പോഴും ടെസ്റ്റ് എന്ന് പറയത്തില്ല. 5 കൊല്ലം കൂടുമ്പോൾ ടെസ്റ്റ്. ആ ടെസ്റ്റിന് നമ്മൾ കയറി പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടാണ്. കാര്യം എഗ്രിമെൻറ്റ് കഴിഞ്ഞു. ദാറ്റ് മീൻസ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വെള്ളത്തിലാവും. കുഞ്ഞുങ്ങൾ പഠിക്കണമെങ്കിൽ അവിടെ പഠനം വെള്ളത്തിലാവും. അപ്പോൾ കൊച്ചു കാര്യമല്ല, ചെറിയ കാര്യമല്ല. ജോലി പോയാൽ പിന്നീട് വേറൊരു സ്ഥലത്ത് ജോലി കിട്ടണമെങ്കിൽ ഇവിടെ എന്താ ജോലി പോയെന്ന് പറയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികം അത് നെഗറ്റീവായിരിക്കും, പോസിറ്റീവ് ഒരിക്കലും പറയത്തില്ല. എനിക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇട്ടോട്ട് പോകുന്നു പറഞ്ഞാലും നെഗറ്റീവ് അല്ലേ? അതാണ് സംഭവം. അവിടെ നിന്ന് തല ഊരി പോകുന്ന അവരെ ഡിസ്മിസ് ചെയ്താലും സസ്പെൻഡ് ചെയ്താലും അവരിപ്പോൾ ജോലിയില്ല, പ്രോജക്റ്റ് തീർന്നു പറഞ്ഞാലും എല്ലാം ഡിസ്മിസിൻ്റെ ഫലമാണ്. അപ്പോൾ ഈ ചെറിയ കാര്യമല്ല ഈ വിഷയം, ഭയങ്കര സീരിയസ് ആണ്. ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള വിഷയമാണത്. ഈ മനുഷ്യന് ആ ജോലി നഷ്ടപ്പെട്ടിട്ട് രണ്ടാമത് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ പുള്ളിക്കാരൻ വന്ന് ഉടമ്പടി ചെയ്യും. അതാണ് രസം. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് അറിയാം ഇത് റിസ്കി ഫാക്ടറാണ്, രക്ഷപ്പെടാനുള്ള സാധ്യത വല്ല 40-40% അതുകൊണ്ട് ദൈവം കൂടെ ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പട്ടിണിയാകും. അതൊക്കെ പുള്ളിക്കറിയാം. ഹിസ് ഒരു ബേസിക് കാത്തലിക്കാണ് അയാൾ. പക്ഷേ ഉടമ്പടി ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടപ്പോഴേക്കും അങ്ങനെ തോന്നിയത് അയാൾ തോറ്റുപോയി പരീക്ഷയ്ക്ക്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ദാറ്റ് ഇസ് മൈ പോയിൻറ്റ്. ഒത്തിരിയേറെ കാര്യങ്ങൾ എന്നാൽ വളരെ ഉടമ്പടി നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന പോലെ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് അത് പ്രയോഗത്തിൽ വരുത്തുന്ന ആളാണ്. പക്ഷേ ഉടമ്പടി ഇയാൾ ചെയ്തിട്ടും ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ആൾ നിർവഹിക്കുന്നുണ്ട്. ചൊല്ലുന്ന സംഭവം ഇതിൻ്റെ 20% ഉള്ളത് പുള്ളിക്കറിയാം. ബാക്കി 80% ചെയ്യുന്ന കാര്യങ്ങളാണെന്നറിയാം. ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ടും പുള്ളി പരീക്ഷയ്ക്ക് തോറ്റുപോയി.
പരീക്ഷയ്ക്ക് തോറ്റു വെച്ചാൽ നമ്മൾ 8ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും തോക്കണ പോലെ അല്ല പരിപാടിയല്ലേ ഇത്. ജീവിതം പോവുകയാണ് അങ്ങോട്ട്. ഇനി വേറെ കൺട്രി പോകേണ്ടി വരും. അപ്പോൾ ഇത്രയും സ്കെയിലുണ്ടായാലോ സാലറിയുടെ, എല്ലാം അങ്ങോട്ട് തിരികെയാണ്, എല്ലാം പൊളിച്ച് അയക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ മനുഷ്യൻ കടന്നു പോകുന്ന ഓരോ ജീവിതത്തിൻ്റെ ഓരോ ടെൻഷൻ ജംഗ്ഷൻ ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ പക്ഷേ ആ സാക്ഷ്യത്തെ പറയണ ഒരു കാര്യമുണ്ട്. ഞാൻ തോറ്റു പരീക്ഷയ്ക്ക്, എന്നുവെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളിനി വെള്ളത്തിലാവും, എൻ്റെ ലൈഫിന് സ്പോയിൽഡാവും. പക്ഷെ ഞാൻ പരീക്ഷയ്ക്ക്, ഈ ബാങ്കിൻ്റെ പരീക്ഷയ്ക്ക് തോറ്റു, പക്ഷെ ഞാൻ എൻകറേജ്ഡായെന്ന്. അതാണ് ആ സാക്ഷ്യം. അയാൾ നല്ല മാസ്റ്റർ ഡിഗ്രി എബോവ് ലെവൽ ഗ്രാജുവേഷൻ ഉള്ള കാരണം ഉടമ്പടിയെക്കുറിച്ച് കൃത്യമായിട്ട് പുള്ളിക്ക് അറിയാം. പുള്ളിക്കാരൻ ഞാൻ തോറ്റു, പക്ഷെ ഞാൻ എൻകറേജ്ഡായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പരീക്ഷയ്ക്ക് തോക്കുമ്പോൾ സ്വാഭാവികം നമുക്ക് എന്താ വരേണ്ടത്? ബോധക്കേടല്ലേ വരേണ്ടത്, അല്ലേ? എന്തെങ്കിലും കാര്യം ഇപ്പോൾ ബാങ്ക് ലോൺ തന്നില്ല, ബോധക്കേടായി. അല്ലെങ്കിൽ നമുക്ക് മകൾക്ക് കല്യാണത്തിന് വെച്ചിരുന്ന പണം, അല്ല കല്യാണത്തിന് നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾ മനസ്സമ്മതത്തിൻ്റെ തലേദിവസം വെച്ച് പറയുകയാണ്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്ക്, ഞാൻ കല്യാണം കഴിഞ്ഞ് സംഘടിപ്പിച്ച് തരാം, എൻ്റെ പൈസ ആയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ബോധം കെട്ട് വീഴും, ഇല്ലേ? അപ്പോൾ ജീവിതത്തിൽ വരുന്ന ഇതുപോലെയുള്ള ചില സമയത്ത് ഈ സമയങ്ങൾ നമ്മളുടെ ഒരു ഫ്ലോപ്പിംഗ് ടൈം, ആ ടൈം കൂടി പാക്കേജ് എടുത്തിട്ടാണ് ദൈവം നമ്മുടെ സ്പിരിച്വാലിറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ല? നമുക്കൊരു പരാജയം ഉണ്ടായാൽ, ഒരു അലാം സിറ്റുവേഷൻ ഉണ്ടായാൽ, അലാം സിറ്റുവേഷനിലെ കൂടി ആ സാഹചര്യത്തിൽ കൂടി നമ്മളിങ്ങനെ പൊതിഞ്ഞ് പിടിക്കാൻ പറ്റിയ പാക്കേജുകളോടും ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ദൈവം നമ്മുടെ സ്പിരിച്വാലിറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് പിന്നെ അത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഐഫോൺ മേടിക്കുന്ന ആൾക്കാർ ചിലർ അങ്ങോട്ട് വിളിക്കും, എനിക്കെന്തിനാണ് ഐഫോൺ, അങ്ങോട്ട് വിളിക്കണം ഇങ്ങോട്ട് കേൾക്കണം, വരുന്ന ഫോൺ എടുക്കണം, അത്രയേ ഉള്ളൂ പറയാം. അപ്പോൾ എനിക്കെന്തിനാണ് ആൾക്കാർ ചോദിക്കുന്നത്? അതാണ്, എനിക്കെന്തിനാണ് ഐഫോൺ, അങ്ങോട്ട് അതിനകത്ത് ഓപ്ഷൻസ് ഒത്തിരി ഉണ്ടാവുമല്ലോ, അതെനിക്ക് ആവശ്യമില്ല, എനിക്കെന്താ എൻ്റെ മകളെ വിളിക്കണം, അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ അവൾ വിളിക്കുമ്പോൾ എടുക്കണം, അത്രയേ ഉള്ളൂ. ഈ പ്രെയറിലും ഇതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം. എന്നുവെച്ചാൽ ദൈവാനുഭവത്തിൻ്റെ സങ്കീർണമായ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ ആവശ്യമായ ഒരു സ്പിരിച്വൽ തിയോളജി, ആധ്യാത്മിക വിദ്യാഭ്യാസം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു ബിലോ ആവറേജ് ആയിട്ട് ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോകും. ഉടമ്പടിയാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇപ്പോൾ ഉടമ്പടി ഈ വിഷയത്തെ എങ്ങനെയാണ് കൺഫ്രണ്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഈ മനുഷ്യൻ എന്താ പറയണത്? അയാൾ പറയുന്നത് എന്താണ്? ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, പക്ഷേ എൻ്റെ മനസ്സിൽ നല്ല വരപ്രസാദം നിറഞ്ഞെന്ന്. അത് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഫസ്റ്റ് ടൈം ഐ ആം ഹിയറിങ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞ കേൾക്കണത്. ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, ഞാൻ വേർത്ത് ബോധം കെട്ട് വീണെന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. അങ്ങനെയല്ല, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, അപ്പോൾ അയാളുടെ ലൈഫ് സ്പോയിലായിരിക്കും, പക്ഷേ എനിക്ക് ആ തോൽവി ഫീൽ ചെയ്യുന്നില്ല, ഞാൻ എൻകറേജ്ഡായി, വരപ്രസാദം നിറഞ്ഞെന്നാണ് പറയണത്. അങ്ങനെ ഒരു മനുഷ്യൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടി വരും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ബ്ലെസ്സിങ് ഉണ്ട്, അനോയിൻറ്റിങ് ഉണ്ട്. പിടികിട്ടിയ 2 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് ബ്ലെസ്സിങ് മീൻസ് ഫിസിക്കൽ ഫേവേഴ്സാണ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. കാര്യം ബ്ലെസ്സിങ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്, ഇല്ലേ? ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ബ്ലെസ്സിങ്സ് വെച്ചിരിക്കുന്നത്. ആ ബ്ലെസ്സിങ്സ് നമ്മൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യം എന്താണ്? അച്ഛൻ എൻ്റെ വയറിൽ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി, പിന്നീട് ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ സിസ്റ്റ് കാണാനില്ലെന്നാണ് സംഭവം. അതാണത്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അതൊരു സാക്ഷ്യം കേട്ടിട്ട് ഞാനിപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയണതാണ്. ഞാൻ അധികം ആവശ്യമില്ലാത്ത സ്വരവും ബഹളം കാണിക്കാത്ത കാര്യം, ഇത് വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് ശാന്തമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് സത്യങ്ങളുണ്ട്. ഇതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് നല്ല ശരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, എൻ്റെ വരുമാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഇതൊരു ടെക്നിക്കൽ പ്രെയറാണ്, അല്ല നമ്മളുടെ മറ്റു പ്രാർത്ഥന പോലെ ഇത് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. തന്നെയാലും ഇതിൻ്റെ സാധ്യതകളെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പ്രാർത്ഥനയുടെ സാധ്യതകളല്ല, അതുക്കും മേലെയാണ് ഇതിൻ്റെ സംഭവം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടിയെക്കുറിച്ചുള്ള ആഴമായ ജ്ഞാനത്താൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ഹൃദയത്തെ ജ്വലിപ്പിക്കുകയും ആന്തരിക ബോധ്യം നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. മനുഷ്യന്റെ സാക്ഷ്യത്തെ ഒന്ന് കമന്റ് ചെയ്താൽ നോക്കിയാൽ അതായത് ഇതാ പറയണത്, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു. അപ്പോൾ തോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഷർ കയറി ഈ ആ മനുഷ്യന് ബോധം കിടണ്ട. കാര്യം കുഞ്ഞുങ്ങൾ പട്ടിണിയാവും, എല്ലാ തരത്തിലും ബ്ലോക്കാണ്. പക്ഷേ ഇയാൾ പറയണത് എനിക്കത് ഫീൽ ചെയ്തില്ല, എനിക്കതിന് പകരം ഉള്ളിൽ ഗ്രേസ് ഫീൽ ചെയ്തെന്നാണ്, കൃപ ഫീൽ ചെയ്തു. വെച്ച് കഴിഞ്ഞാൽ
തോറ്റതായിട്ട് തോന്നിയില്ല. അത് എന്തുകൊണ്ടാണ്? അതിനാണ് നമ്മുടെ ബൈബിളിൽ അഭിഷേകം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അഭിഷേകം എന്ന് പറയുന്നത് നമ്മുടെ രാജാക്കന്മാരുടെ തല എണ്ണ ഒഴിക്കണ പരിപാടിയല്ലേ. ബൈബിളിൽ അഭിഷേകം എന്ന് പറഞ്ഞാൽ ആന്തരികമാണ്, ബാഹ്യമല്ല. ദൈവികമായ പ്രസൻസ് ഓഫ് ഗോഡാണ് വർക്ക് ചെയ്യണത്. ദൈവം നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഉടമ്പടി ദൈവത്തെ സമീപിക്കുന്ന രീതിയുണ്ട്. അത് പക്ക ബിബ്ലിക്കലാണ്. ദൈവം ആരാണ്? ഹിസ് എ പേഴ്സൺ അല്ലേ. പിന്നെന്താണ്? ആൻഡ് പവർ. രണ്ടും ആണ് ദൈവത്തിൽ നമുക്ക് കിട്ടുന്നത്. ദൈവത്തെ ഇപ്പം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എടുത്താലും ത്രിത്വിക ദൈവം എടുത്താലും ദൈവം ബേസിക്കലി എന്താണ്? ഇറ്റ്സ് എ പേഴ്സൺ, വ്യക്തിയാണ്. അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. ഒന്ന് പറഞ്ഞേ. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അപ്പോൾ ഒരേ സമയം തന്നെ രണ്ട് ഫാക്കൽറ്റിയാണ്. ബുദ്ധിയുണ്ട്, അതേസമയം തന്നെ ശക്തിയുമുണ്ട്, തിയറിയുമുണ്ട്, പ്രാക്ടിക്കലുമുണ്ട്. ദൈവത്തിൽ എല്ലാമുണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ ഇപ്പോൾ 1 കൊറിന്ത്യൻസ് 1:24 അത് എപ്പോഴും ഉടമ്പടിയുടെ ബേസിക് വാചനമാണത്. 1 കൊറിന്ത്യൻസ് 1:24 എന്താണ് എന്ന് പറഞ്ഞാൽ? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും രണ്ട് കാര്യം പറയും. ഒന്ന്, പേഴ്സൺ ആൻഡ് പവർ ആണെന്ന് പറയും. അത് തന്നെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറയണത്, ഇല്ലേ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്താ പറയണത്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ വ്യക്തിയാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അല്ലേ? അങ്ങനെ വചനമില്ലേ? എഫെസ്യസ് 4:30 നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ എഫെസ്യസ് 4:30 പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. സന്തോഷിക്കാൻ പറ്റും, ദുഃഖിക്കാൻ പറ്റുന്ന നമ്മളപ്പോൾ ഒരു വ്യക്തിയാണ്, അല്ലേ? ഒരു പേഴ്സണാണ്. സ്പിരിച്വൽ പേഴ്സണാണെന്ന് വ്യത്യാസമുള്ളത്. നമ്മൾ ഫിസിക്കൽ പേഴ്സൺസാണ്, ദൈവം സ്പിരിച്വൽ പേഴ്സണാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പക്ഷേ അപ്പോൾ തന്നെ ബൈബിൾ എന്താ പറയണത്? പരിശുദ്ധാത്മാവിനെ രക്ഷയുടെ കാലത്തിനായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പിന്നെന്താണ്? പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. 1 തെസ്സലോനിയൻസ് 5:19 1 തെസ്സലോനിയൻസ് 5:19 എന്താ പറഞ്ഞ? ഒന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. അപ്പോഴേ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് നിർവീര്യമാക്കുകയോ വീര്യപ്പെടുത്തുകയോ ചെയ്യാൻ പറ്റണത്. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവ് ആശ്രയിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ദൈവമല്ലേ. പക്ഷെ നമ്മളിൽ വസിക്കുമ്പോൾ നമ്മളുടെ കൃപയോടുള്ള സഹകരണത്തിൻ്റെ ആനുപാദ്യം അനുസരിച്ചിട്ട് പരിശുദ്ധാത്മാവ് വീര്യപ്പെടുകയോ, നമുക്കൊരു കാര്യം വ്യക്തമാണ്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ 1 തെസ്സലോനിയൻസ് 5:19 ഒന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. അപ്പം നമ്മളതിനെ ഡീപ്പ് അവർ ചെയ്യരുതെന്ന് അതിൻ്റെ അർത്ഥം. അത് നമ്മുടെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. അപ്പോഴേ അവിടെ നിർവീര്യമാക്കരുത് എന്ന് പറയുമ്പോൾ ബിക്കോസ് ഹിസ് എ പവർ, അല്ലേ? ഒരു പവറാണ് പരിശുദ്ധാത്മാവ്. ദാറ്റ് മീൻസ് അതുകൊണ്ടാണ് അമ്മ മാലാഖയോട് ചോദിക്കത്തില്ല, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആകണത്? എന്താ കാരണം? ഞാൻ പുരുഷനെ അറിയാത്ത ഒരു ജീവിതമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, കന്യായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ് തമ്മിൽ ഇത് ടാലിയായി പോകണം എങ്ങനെയാണെന്ന് അമ്മ ചോദിക്കുന്ന ചോദ്യമാണ്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അമ്മ ഈ ചോദ്യം ചോദിക്കണത് മാലാഖ പറയുന്ന ഉത്തരവുണ്ട്. എന്താണ്? 1:35 ലുക്ക 1:35 എന്താ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവാണ്? അത്യുന്നതൻ്റെ ശക്തി. അതാണ് പ്രശ്നം. പരിശുദ്ധാത്മാവ് ശക്തിയാണ്, ഇല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയായത് കാരണം അത് നമ്മുടെ മേൽ വരാൻ പറ്റുന്ന രീതിയിലേക്കാണ് ദൈവം അതിനെ പരിശുദ്ധാത്മാവിനെ മോഡുലേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളിൽ വസിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ നമ്മളിൽ വസിക്കാൻ പറ്റുന്ന രീതിയിലല്ലേ ഈശോയെ മോഡുലേറ്റ് ചെയ്തത്. ദിവ്യകുർബാന അങ്ങനെയല്ലേ വസിക്കണത്, അല്ലേ? ദിവ്യകുർബാനയെ വസിക്കുന്നത് നമ്മൾ ഈശോയല്ലേ നമ്മളിൽ വസിക്കണത്, പേഴ്സണല്ലേ വസിക്കണത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും നമ്മളിൽ വസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ റീഫോം ചെയ്യും. ഇപ്പോൾ എല്ലായിടത്തും കറണ്ടുണ്ട്, അല്ലേ? ഇപ്പോൾ ചില സ്കെയിലൊക്കെ വെച്ച് നമ്മൾ ഉരക്കുമ്പോൾ പേപ്പറൊക്കെ ചാടി പിടിക്കും. അതിൻ്റെ അകത്ത് ഒരു ഇന്നേറ്റ് എനർജി ഉണ്ട്, അല്ലേ? അപ്പോൾ കറണ്ടാണ്, ഇലക്ട്രിസിറ്റിയാണ്. പക്ഷേ സ്കെയിലിൻ്റെ ഉള്ളിലിരിക്കണം, ഉരച്ച് കഴിഞ്ഞ് പിടിക്കുമ്പോഴാണ് മുടിയൊക്കെ പറന്ന് പിടിക്കണം, കണ്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ അകത്തൊരു ഇന്നേറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു എനർജി, ഈ ഫാനിൻ്റെ അകത്തൊരു എനർജി ഉണ്ട്. അതെന്താണ്? അത് സ്റ്റാറ്റിക്കായിട്ടുള്ള എനർജിയാണ്. അത് ഫാനിൻ്റെ ഡൈനാമിക്സത്തിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് കൈനറ്റിക്കായിട്ട് മാറും, അല്ലേ? യാന്ത്രികോർജ്ജമായിട്ട് അങ്ങനെ മാറും.
അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന വ്യത്യസ്തമായ രീതികളിലാണ് വർക്ക്. ഇതുപോലെ മനുഷ്യന്മാരിൽ വസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കർത്താവ് ഒരു ക്രമീകരണം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ദൈവം ചെയ്തിരിക്കുന്ന വലിയ കാര്യങ്ങൾ ചിന്തിക്കണം. ദൈവം നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ, നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത പരിശുദ്ധാത്മാവിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് ദൈവം ക്രമീകരിച്ച് തന്നിരിക്കണില്ലേ? അതിനൊക്കെയാണ് നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടത്. അല്ലാതെ ഞാൻ IELTS ജയിച്ചെന്ന് പറഞ്ഞുള്ള കാര്യത്തിൽ മാത്രമല്ല നന്ദി പറയേണ്ടത്. ദൈവം നമ്മളിലേക്ക് എന്തുമാത്രം താഴ്ന്നത് നമുക്കറിയത്തില്ല. അതായത് ഒരു മനുഷ്യനെ വസിക്കുന്ന രൂപത്തിലേക്ക് ഈ ത്രിത്വത്തെ, ലോകത്തെ നയിച്ച് ഭരിക്കുന്ന ദൈവികമായ ശക്തിയായ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് പറ്റുന്ന പരുവത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഭയങ്കര കൺവേർഷൻ അവിടെ നടന്നിരിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവം വ്യക്തിയും സത്യം ഞങ്ങൾ വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ച് ദൈവം ചെറുതായതിനെ ഓർത്ത് അതിന് ദൈവത്തെ പ്രേരിപ്പിച്ച അവിടുത്തെ അനന്തമായ സ്നേഹത്തെ ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ മാലാഖമാരോട് നന്ദി പറയുന്നു. മനുഷ്യരാശിക്ക് വേണ്ടി നന്ദി പറയുന്നു. ശ്രുതികടേ.